നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്താണ്. കാഞ്ഞിരപ്പള്ളി, കുമിളി, വാഗമൺ തുടങ്ങി പല മലയോര പ്രദേശങ്ങളിലോട്ടും ഇവിടെ വന്നിട്ടാണ് തിരിഞ്ഞു പോകുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം എന്നോണം ടൗണിൻ്റെ ഒത്ത നടുക്കായി ഒരു മുസ്ലിം പള്ളിയും ഒരു അമ്പലവും അതോട് ചേർന്ന് നമ്മുടെ അരുവിത്ര പള്ളിയും സ്ഥിതി ചെയ്യുന്നു. അരുവിത്ര എന്ന ഈ സ്ഥലത്തിന് പഴയകാലത്ത് വാണിജ്യ രംഗത്ത് വലിയൊരു സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. പല നാടുകളിൽ നിന്നും, തമിഴ്നാടുകളിൽ നിന്നും ഉള്ള ആളുകളെല്ലാം ഇവിടെ വന്ന് പലചരക്ക് വ്യാപാരം, തുണിക്കച്ചവടം എല്ലാം ചെയ്തു വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നതും ചെട്ടിയാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സ്വന്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. മീനച്ചിലാറിൻ്റെ മനോഹരമായ തീരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അരുവിത്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തുറമുഖം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതുവഴി ചെറിയ കപ്പലുകൾ കടന്നു പോകുന്ന കപ്പൽ ചാല് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. കാലക്രമേണ പല പ്രകൃതിയുടെ മാറ്റങ്ങൾ വന്നാണ് അതെല്ലാം ലോപിച്ചു പോയത് എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ രാജാക്കന്മാരുടെ വേനൽക്കാല വസതികളുണ്ടായിരുന്ന കുട്ടിക്കാനം പോലെയുള്ള സ്ഥലങ്ങളിലോട്ട് ഇവിടെ വന്നിട്ട് ആയിരുന്നു ആളുകൾ പോകുന്നത്. അതുകൊണ്ട് അത് ഒരു റോയൽ റൂട്ടിൻ്റെ ഒരു ഭാഗവുമായിരുന്നു. രണ്ടാമത്തെ പാലവും കടന്നാണ് നമ്മൾ അരുവിത്തുറ പള്ളിയിലോട്ട് എത്തുക. AD 151 സ്ഥാപിതമായ വളരെ പുരാതനമായ ഒരു പള്ളിയാണ്. ഇപ്പോൾ സെൻറ്റ് ജോർജിൻ്റെ പേരിലുള്ള ഈ പള്ളി ആദ്യകാലത്ത് മാതാവിൻ്റെ പേരിലായിരുന്നു ഇവിടെ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട പള്ളി തകർന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നും ആളുകൾ കാഞ്ഞിരപ്പള്ളി, അരുവിത്തറ തുടങ്ങിയ സ്ഥലങ്ങളിലോട്ട് കുടിയേറി ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ച് തുടരുകയാണ് ചെയ്തത്. ഏപ്രിൽ 24-നാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ. ഗോഥിക് മാതൃകയിൽ വളരെ മനോഹരമായി പണി കഴിക്കപ്പെട്ട ഒരു ദേവാലയമാണിത്. കുറേ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്ന അവസ്ഥയിലുള്ള ഒരു പള്ളി ഇവിടെ ഉണ്ടായത്. ഈ വർഷം പരിശുദ്ധ പാപ്പായുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ ആഘോഷങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ഇവിടുത്തെ തിരുനാൾ പ്രദർശനത്തിനും ആലവട്ടവും വെഞ്ചാമരവും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒരു വാദ്യപുര, ഒരു മനോഹരമായ മ്യൂസിയം എന്നിവ സ്ഥിതി ചെയ്യുന്നു. പള്ളി കെട്ടിടത്തിൻ്റെ ഭിത്തിയിൽ വട്ടെഴുത്ത് രീതിയിലുള്ള ചില എഴുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഗീവർഗീസ് പെരുന്നാളിന് സാധാരണയായി കള്ളപ്പവും അതോടൊപ്പം കോഴി
ആണ് വീടുകളിൽ നിന്ന് നേർച്ചയായി കൊടുക്കുക. പള്ളിയുടെ ചുമരുകളിൽ വളരെ മനോഹരമായ പഴയകാല പെയിൻറ്റിങ്ങുകൾ കാണാം. പള്ളിയുടെ അകത്തും പഴയകാല മാതൃകയിലുള്ള അനേകം വൈദ്യുത വിളക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിതാവ് ഫ്രാൻസിസ് പിതാവിൻ്റെ ധന്യമായ ഓർമ്മകൾക്ക് മുമ്പിലാണ് നാം ഒക്കെ ആയിരിക്കുക. പരിശുദ്ധ പിതാവിൻ്റെ കൂടി ഓർമ്മ നമുക്ക് പരിശുദ്ധ കുർബാന ആചരിച്ചുകൊണ്ടും വിശുദ്ധ ഗീവർഗീസിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ എല്ലാ കുടുംബ ദൈവമക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ തിരുക്കാസയോടും തിരുപീലാസയോടും ചേർത്ത് കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഈ പരിശുദ്ധ കുർബാനയെ അർപ്പിച്ച് ദൈവം നമ്മെ കാണുവാൻ അനുവദിച്ച ഈ സായം സന്ധ്യ ജാതിമത ഭേദമന്യേ അനേകം ആളുകളിവിടെ സർപ്പം, മറ്റ് ദുഷ്ടശക്തികൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഗീവർഗീസ് പുണ്യാളനോട് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഒരു മുസ്ലിം പള്ളിയിലെയും ഒരു ക്രിസ്ത്യൻ പള്ളിയിലെയും പ്രാർത്ഥനകൾ ഒരേ സമയം ഉയരുന്ന അവസ്ഥയെ നമുക്ക് കാണാം. പള്ളിയുടെ മുൻഭാഗത്തായി ഏറ്റവും താഴെയായി പരിശുദ്ധ മാതാവിനെയും നടുക്കായി സെൻറ്റ് ജോർജിനെയും ഏറ്റവും മുകളിലായി ക്രിസ്തുരാജിനെയും നമുക്ക് കാണാം. അവരുടെയുമായ സർവ്വതത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കാനും വരം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.